അയ്യോ ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ജനലൊക്കെ ഒന്ന് ടീ ഫ്രണ്ട്ലി ആക്കിക്കൂടെ, ഈ ഗ്ലാസ് ഒന്നും വെക്കാതെ. ഈ അതിരാവിലെ തന്നെ എനിക്ക് അതിഥി വന്നു. ഞാൻ ചായ തരണോ അതോ പോലീസിനെ വിളിക്കണോ? പോലീസിനെ വിളിക്കണമെന്ന് ആവശ്യമില്ല. ഞാൻ രാവിലെ ഇവിടെ ഒരു സർവേക്ക് വന്നതാ. ഈ അതിരാവിലെ എന്തൊരു സർവേനോ വന്നേ? ഫാനിന്റെ ഡ്യൂറബിലിറ്റി നോക്കാനാണോ? അത് ചെയ്യാൻ തന്നെയാണ് ഞാൻ വന്നത്. അത് രാവിലെ ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ലേ? എത്ര അറിയാം നിങ്ങൾക്ക്? നിങ്ങളുടെ സ്കീമിലാണ് എൻ്റെ പകുതി കഴിച്ച ബ്ലഡും പിന്നെ എൻ്റെ റിമോട്ട് ഇരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എടുത്ത് വെച്ചേക്കാം. അതെ, ഇതിങ്ങനെയൊന്നും അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ ആ ബിസ്ക്കറ്റ് കഴിച്ചില്ലല്ലോ. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ആലോചിക്കൂ. സത്യത്തിൽ നിങ്ങൾ എത്ര വർഷമായി ഈ ബിസിനസ് തുടങ്ങിയിട്ട്? സത്യം പറഞ്ഞാൽ ഇതെൻ്റെ 3ാമത്തെ അറ്റംപ്റ്റ് ആണ്. ആദ്യത്തെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. 2ാമത്തെ വീട്ടിലത്തെ അമ്മൂമ്മേൻ്റെ കയ്യിൽ നല്ല കൂർത്ത ചെരുപ്പുണ്ടായിരുന്നു. അതാണ്. അപ്പം ഇത് നിന്റെ 3ാമത്തെ ഭാഗ്യവീടല്ലേ? അതെ, നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റാ. പക്ഷെ കുറച്ച് തെറ്റുണ്ട്. നിങ്ങൾ ഇപ്പം എണീറ്റുകൊണ്ടും പിന്നെ നിങ്ങൾ എന്നെ കൊള്ളയടിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടും എൻ്റെ അത്ര ഭാഗ്യ വീടല്ല. അന്ന് നിങ്ങൾക്ക് ഒരു ലോക്ക് ഓപ്പൺ ചെയ്യാമെങ്കിലും അറിയോ? ഞാനതെങ്ങനെ ചെയ്യുന്നതെന്ന് യൂട്യൂബിൽ നോക്കിയിരുന്നു. പക്ഷേ ആ യൂട്യൂബിലെ ആൾ പറഞ്ഞത് എനിവൺ ക്യാൻ ഡു ഇറ്റ് എന്നാണ്. പക്ഷെ ഞാൻ എനിവൺ അല്ലല്ലോ, അതാ പ്രശ്നം. നിങ്ങൾക്ക് ഈ വളിപ്പ് പറയുന്നതിൽ നിങ്ങൾക്കൊരു ഞാനൊരു പ്രചോദന സ്പീക്കർ ആവാനും ട്രൈ ചെയ്തിരുന്നു. പക്ഷേ മുമ്പിലിരിക്കുന്ന നാട്ടുകാരെന്നോട് ചോദിച്ചു, ഈ സൈഡിലിരിക്കുന്ന സാധനങ്ങൾ എന്തിനാ എടുത്തുകൊണ്ട് പോകുന്നതെന്ന്. എപ്പോഴും ഇങ്ങനെ കള്ളനായിരിക്കുന്നത് എന്തിനാ? ഇടയ്ക്കൊരു ജോലിയെങ്കിലും നോക്കിക്കൂടെ? ഞാൻ അതും ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ബാങ്കിൽ പൈസ എടുക്കുന്ന ആൾക്കാരല്ല, പൈസ ഇടുന്ന ആൾക്കാരെയാണ് വേണ്ടത്. നിങ്ങളാണ് ഞാൻ കണ്ട ഏറ്റവും മോശക്കള്ളൻ. നിങ്ങൾ ഇവിടെ വന്നിട്ട് 20 മിനിറ്റായി. എന്നിട്ട് നിങ്ങൾ ഒരു സാധനം കൊള്ളയടിച്ചല്ലോ. അതെൻ്റെ ഉറപ്പാണ്. അങ്കിൾ, എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ സമയവും എടുത്തിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇനി പ്ലാൻ എന്താ? സ്പൈഡർമാനെ പോലെ വിൻഡോയിൽ നിന്ന് ചാടി പുറത്ത് കിടക്കാനാണോ അതോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്ലാൻ മിഷൻ ഇമ്പോസിബിൾ സ്റ്റൈലിൽ പോകാനായിരുന്നു. പക്ഷേ ആ റോപ്പിൽ കൂടെ പോയാലോ ചിലപ്പോൾ കാർപ്പറ്റിൽ കുടുങ്ങുമെന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ രാവിലെയൊക്കെ ആയില്ലേ, എനിക്കിനി ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പം നിങ്ങളിനി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ പോകാൻ തീരുമാനിച്ച, പക്ഷേ രാവിലെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. പിന്നെ വെറുതെ ഒന്നുമില്ലാതെ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നല്ലതല്ലല്ലോ. ആ ബ്രെഡിൻ്റെ കൂടെ ഒന്ന് എടുത്തോട്ടെ. ഈ ബ്രെഡിൻ്റെ പാക്കറ്റ്. താങ്ക് യു അങ്കിൾ. ഞാൻ ഇന്ന് നിങ്ങളുടെ ടൈമും ബ്രെഡും കൊള്ളയടിച്ചോണ്ട് എന്നാ പോവാണ്. പക്ഷെ പോകുമ്പോൾ
വിൻഡേ കൂടെ പോണ്ട, ഡോർ കൂടെ പോയാൽ മതി. ശരി. എൻ്റെ അമ്മേ. അതെ അങ്കിൾ, ഈ ഡോറ് തള്ളിയിട്ട് ഓപ്പൺ ആവുന്നില്ല. ഓ ജീനിയസ്, അത് ഇപ്പുറത്തെ സൈഡിലേക്കാ തള്ളണ്ടേ. ഓ അയ്യോ, ഈ ഗ്രൗണ്ട് എപ്പോഴും എന്തിനാ എന്നെ ബിട്രൈ ചെയ്യുന്നത്? കള്ളനാവേണ്ട കഴിവൊന്നുമില്ല, പക്ഷെ അവനൊരു എൻ്റർടൈനർ ആണെന്നുള്ള കഴിവുണ്ട്.